അപ്പോൾ വണ്ടിക്കൊരു ഹെവി ലുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡൊമിനോറിൽ നമ്മൾ ടൂറിംഗ് കിറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണിത്. അപ്പോൾ നേരത്തെ നമ്മളിത് പർച്ചേസ് ചെയ്തതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉള്ള ഷോപ്പാണ്. അപ്പോൾ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് മേടിയിട്ടേക്കാം, കാണുക. പിന്നെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഈ ഒരു വിൻഷീൽഡ് ഇത് കമ്പനി സ്റ്റോക്ക് വരുന്നതാണ്. ഇത് നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ക്രാഷ് ഗാർഡ് മാറ്റിയിട്ട് ഫുള്ളി കവേർഡായിട്ടുള്ള കുറച്ചുകൂടെ പ്രൊട്ടക്ഷനൊക്കെ ഉള്ളൊരു ഗാർഡ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുറകിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഗ്രാബ് റെയിൽ മാറ്റിയിട്ട് ഇവിടെ നമ്മളൊരു ടോപ്പ് റാക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സൈഡിലും സാഡിൽ സ്റ്റേയും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നേരത്തെ ചെയ്തിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ കുറച്ച് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ മേടിച്ചെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വിൻഷീൽഡ് മാറ്റിയിട്ട് കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളൊരു വിൻഷീൽഡ് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന വിൻഷീൽഡ് ഇതാണ്. അപ്പോൾ മറ്റേതിനേക്കാളും കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് വിൻഡ് ബ്ലാസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. പിന്നെ വണ്ടിക്ക് ഒരു ഹെവി ലുക്ക് കൂടെ കിട്ടും. നേരത്തെ നമ്മുടെ വിൻഷീൽഡ് ഈ ഒരു ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു വിൻ പ്രൊട്ടക്ഷൻ തരുമെന്ന് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഒരു കാര്യം വിട്ടുപോയി, നമ്മളിതിൽ ഗാർഡ് കൂടെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡിലും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ സെറ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞൊരു ഹെവി ലുക്കായിരിക്കും. അപ്പോൾ അതുകൂടെ നമുക്ക് ഇനി അടുത്ത് സെറ്റ് ചെയ്യാം. ഗാർഡ് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ അതിന് ഫിറ്റിങ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ സ്ക്രാച്ച് ആവാതിരിക്കാനും കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കാനുള്ളൊരു സംഭവമാണ്. അല്ലെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇങ്ങനെ കൂട്ടി അപ്പോൾ സംഭവം നമ്മളിവിടെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ സൈഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ടോപ്പ് റാക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഇത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടോപ്പ് റാക്കും സാഡ് സ്റ്റേയുടെ ക്ലാമ്പ് പോലെ കൂടെ ഒന്നിച്ചാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സാഡിൽ സെറ്റ് ചെയ്യണം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അപ്പുറ സൈഡും സെറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു ക്രോസ് ബാർ ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു സൈഡിലും രണ്ട് സൈഡിലും ക്രാഷ് ഗാർഡുകളാണ്. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ്. ഇത് നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതിനകത്ത് മേളിൽ രണ്ട് നട്ട് ബോൾട്ടുണ്ട്, ഇവിടെ ഉണ്ട് ഈ ഒരു സൈഡിൽ. അപ്പോൾ ഇത്രയാണ് നമുക്കിതിനകത്ത് നട്ട് ബോൾട്ടായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറ സൈഡും ചെയ്യാം. അപ്പോൾ അതുപോലെ നമ്മൾ ഈ സൈഡിലും ഇതുപോലെ സെറ്റ് ചെയ്യണം. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രോസ് ബാർ പോലുണ്ട്, ഇതൊരു സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇതുകൂടെ സെറ്റ് ചെയ്ത് നമ്മുടെ പരിപാടി തീർന്നു. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വണ്ടി ഒരു അടിപൊളി സെറ്റ് ആയിട്ടുണ്ട്. Making our constant binary choices and voicing our equally shallow opinions more loudly or quietly. Most people can't even decide what color to wear or which burger to eat. Well, does it matter, man? Autonomy is an illusion.
ഇപ്പം നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. കാരണം എന്തെങ്കിലും വൈബ്രേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ടെസ്റ്റ് ഡ്രൈവ് ചെയ്തേക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടല്ലേ 10 വരെ കാണിച്ചിട്ട് വരാം. അപ്പം മറ്റൊരു നല്ല വീഡിയോ വരാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.